ഇതിലെ ഇവരുടെ വിഷയത്തിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആകാൻ പോണത് ഇവന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിരിപ്പോ ചെളിവാരിയല്ല, ഇവരുടെ ഈ കള്ളും കഞ്ചാവും ഇതിനുള്ള പെണ്ണുകൂടി ഉണ്ട് തോന്നുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇവൻ കുറച്ചുകൂടെ നീറ്റാണ് തോന്നുന്നുണ്ട്. ഫെയിമാക്കി തന്നില്ല, അതൊന്നും നമ്മൾ ഇല്ലാന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവൻ ഫെയിമാക്കി തന്നില്ലടാ, അതിന് ഉപകാരമുണ്ട്. പക്ഷെ ഫെയിമാക്കി തന്ന് 24 മണിക്കൂർ ഫെയിമാക്കി തന്നല്ലോ, അതുകൊണ്ട് നിന്നെ പേരിൽ ഈ കുതിര കയറാനും നിനക്ക് പൈസ തരാണ്ട് കണ്ടിട്ട് നിന്നെ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ആ വീട് നിന്നവരെ കണ്ണിൽ നോക്കിയിട്ട് പോലും സംസാരിക്കാത്ത ഞാനാടാ. ഇത് ഇന്ന് എനിക്ക് നിന്നോട് പറഞ്ഞിട്ടില്ല, നാളെ പറയാൻ പറ്റൂടാ. വൺ ഡേ ഫുഡ് ഞാൻ കണ്ടായിരുന്നു. ഇവന്മാർക്കെതിരെയുള്ള ഏറ്റവും വലിയ ഹേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി ഇവരെ വളർത്തിക്കൊടുന്നു, എന്നിട്ട് ഇവന്മാര് പുറകിന്ന് കുത്തി എന്നുള്ളതാണ്. പക്ഷെ ഇതിലൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർത്തിയാലും ഇല്ലെങ്കിലും അവരവിടെ വന്നിട്ട് ആ എന്റർടൈൻ ചെയ്യും. അവന്മാരവിടെ വന്നിട്ട് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹാർഡ് വർക്കിനുള്ള ഫ്രൂട്ട് അവന്മാർക്ക് കിട്ടണം. ഇവരവിടെ ഒന്ന് പെർഫോം ചെയ്തിട്ട് തൊപ്പി ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പെർസെന്റേജ് ഇവന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ഒന്നും ഉണ്ടാവുണ്ടായിരുന്നില്ല. ഇവന്മാരെ അവിടെ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു സർക്കസ് ഉണ്ടാക്കിയിട്ട് ഉമ്മാരെ കൊണ്ട് അവളെ ഷഡ്ഡി കളിക്കിയിട്ട് ഉമ്മാരെ പ്ലേറ്റും കഴുകിയിട്ട് 5 പൈസ കൊടുക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം. ആലോചിച്ച് നോക്ക്, ഇത് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ ഈ നിയാദിന് ഈ ഒരു വിഷയം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് കുറെ ബന്ധങ്ങളും കാര്യങ്ങളും കുറെ ആൾക്കാർ അടിക്കാനൊക്കെ വിടുന്ന ഇടാ, ഇനി കൊന്നാലും പ്രശ്നമില്ലടാ, ചത്തോട്ടെ, ചത്തോട്ടെ, എനിക്ക് വലിയ സീനൊന്നുമില്ല. ഇവനെതിരെയുള്ള അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ട് ഇവൻ പോയില്ല എന്നൊക്കെയാണ്. അത് ഒരു ഇമ്മച്യൂരിറ്റി ആണ്, അത് ചെറ്റത്തരാണ്. ഇത്രയും മനസ്സിലാക്കി കൊടുത്തോളം ഈ 2 ദിവസം കൊണ്ട് ഇവന്മാരെ അങ്ങോട്ടുള്ള ലൈവും ഇങ്ങോട്ടുള്ള ലൈവും കണ്ടതിന് ശേഷം ഒരുത്തനും നീറ്റല്ല, എല്ലാം ഉടായ്പാണ്. ഒറ്റൊരുത്തൻ വീട്ടിൽ കയറാൻ പറ്റില്ല. അങ്ങനത്തെമാരാണ് വീട്ടിലെങ്ങനെ ഇവര് യൂട്യൂബ് വെച്ച് കാണുന്നത്. യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റാൻഡേർഡ്, ഒരു ലേശം സ്റ്റാൻഡേർഡ്. അർജുൻ എംപി എന്നുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇമ്മാര് വെകിളിത്തരം കാട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താ ഉണ്ടാവാൻ പോണത്? ആഡ്സെൻസിന് പ്രശ്നം വരും, എല്ലാവർക്കും പ്രശ്നം വരും. അത് എനിക്ക് അറിഞ്ഞൂടാ, അതിന്റെ ടെക്നിക്കാലിറ്റി എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. നമ്മളൊക്കെ പബ്ജി കളിച്ചിരുന്ന സമയത്ത് MRG എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. MRG ഒരു ക്ലാൻ ആണ്. ഇത് പലർക്കും അറിയാത്തൊരു സംഭവം ഉണ്ട്. അതായത് ഇവന്മാര് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ഈ ഗെയിമിംഗ് അല്ലെങ്കിൽ ഈ സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റിക്ക് പുറത്തുനിന്ന് കുറെ പേര് വന്നിട്ട് ചോദിക്കുന്ന സംഭവം ഉണ്ട്, MRG എന്താണെന്നുള്ളത്. MRG ഈ BGMI ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ക്ലാൻ ആണ്. ഇപ്പൊ ബ്ലൈൻഡ്, അതേപോലെ കാസ്ട്രോണ്ട് ഉണ്ടായിരുന്നു, IGNT എന്നൊക്കെ പറഞ്ഞമാര്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ക്ലാനാണ്. ഈഗിള്, MRG ജിന്നായിരുന്നു അതിന്റെ ലീഡർ തോന്നുന്നുണ്ട്. പിന്നെ MRG ഗോഗു, ഇവരൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവര് പിന്നെ TV എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഒരു GTA റോൾ പ്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അവിടുന്ന് ഇൻസ്പയർ ആയതാണ് ഈ തൊപ്പി. അതായത് ഈ ഈഗിള് സ്ട്രീം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അവരുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ടാവും ബാക്കിൽ ഡിസ്കോഡിൽ ഓൺലൈൻ ആയിട്ട്. അതിന്റെ ഒരു ഓഫ്ലൈൻ വേർഷനാണ് ഈ തൊപ്പി ക്രിയേറ്റ് ചെയ്തത്. അതൊക്കെയാണ് ഇവർ പറയുന്നുണ്ട്, അതൊന്നും മോശമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ആ പേര് കോപ്പി അടിച്ചു, ആ പേര് വരെ കോപ്പിയാണ്. പിന്നെ ഐഷോ സ്പീഡിന്റെ കോപ്പി, ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കോപ്പിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആള് എന്താ പറയാ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണ്ടോ ആ ഗുണങ്ങളൊക്കെ ഉള്ള ആളാണ് തൊപ്പി. ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഇവന്മാർക്ക് സാലറി കൊടുക്കണില്ല, ഇവന്മാരെ ചാമ്പി. ഇനി അതും പോരാഞ്ഞിട്ട് ഇവന്മാര് സാലറി കൊടുക്കണില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോ ഒബ്വിയസ്ലി ശരിയാണ്, കുറച്ച് കൈവിട്ട് പോയിട്ടുണ്ട് ഇവന്മാര് നീറ്റല്ല, അത് വേറെ കാര്യം. ആ വീഡിയോ ഇട്ട് ലൈവ് വന്നപ്പോ ഇവൻ എന്താ ചെയ്യേണ്ടത്? സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇത് നേരെ തിരിക്കുക, പ്ലേറ്റ് നേരെ തിരിച്ചിട്ട് ഇവനെ ബ്ലാക്ക് മെയിലിലാക്കി, ഇവന്മാരെ കഞ്ചാവാക്കി, ഇവന്മാരെ കുണ്ടന്മാരാക്കി. എന്താ അതിൻ്റെയൊക്കെ ആവശ്യമുള്ളത്? ഓക്കെ ശരി, ഓന്റെ മുഖം രക്ഷിക്കാനാണ് പറയാ, തൊപ്പി മുഖം രക്ഷിക്കാനാണെന്ന് പറയാം. പക്ഷെ തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടല്ല മുഖം രക്ഷിക്കുക. സ്വാഭാവികമായിട്ട് ഇവന്മാരിപ്പോ എന്താ ചെയ്യണേ? ഇവന്മാരിപ്പോ അടുത്ത തൊപ്പിയുടെ ഫയൽസ് ഇറക്കാൻ പോവാണ്. തൊപ്പി ഇവന്മാരുടെ ഫയൽസ് ഇറക്കി, ഇവന്മാര് തൊപ്പിയുടെ ഫയൽസ് ഇറക്കാണ്. ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? MRG എന്ന് പറഞ്ഞ ഇത്രയും കാലം ഇവന്മാർ ഒരുമിച്ച് കാണിച്ചിരുന്ന കോപ്രായങ്ങളൊക്കെ വെറും തെണ്ടിത്തരങ്ങളാണ്. ഇതിന്റെ പുറകിലൊക്കെ നടന്നിരുന്നത് എന്താന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തേച്ചിട്ട് ചെറിയ വാരി തേക്കുന്ന ആരുടെ മേലെയാണ്? ഇവന്മാരുടെ മേലെ തന്നെയാണ്. തൊപ്പിയുടെയും പിന്നെ ഈ ഷമീർ, ജാസി, ഇവന്മാരുടെയും സ്വയം ചെളി വാരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ പൊട്ടന്മാരായത്? ഇവന്മാർക്ക് ഇത്രയും കാലം റവന്യൂ കൊടുത്തിരുന്നത് യൂട്യൂബാണോ? യൂട്യൂബിൽ നിന്ന് 5 പൈസ ഇവന്മാർക്ക് കിട്ടില്ല. കാരണം എന്താ? എല്ലാ വീഡിയോസും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് എതിരാണ്, എല്ലാ വീഡിയോസും ലിമിറ്റഡ് മോണിറ്റൈസേഷനാണ്. പൈസ അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്, ജനങ്ങളാണ്. എന്ത് കാര്യമുണ്ട് ഇവന്മാരൊക്കെ പ്രൊമോട്ട് ചെയ്യണം? എന്റെ എന്താ പ്രൊഡ്യൂസർ നല്ല മനുഷ്യനാടാ, ആ പ്രൊഡ്യൂസർ നല്ല മനുഷ്യനാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ആകെ നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കിട്ടിയ സൈജു കുറുപ്പ് ചേട്ടൻ്റെ ഒരു പ്രൊമോഷൻ 30,000 രൂപ. അത് ചിലപ്പോൾ നിങ്ങൾ പറയും അതിന് 30,000 കിട്ടിയെന്ന് അറിഞ്ഞല്ലോ, നമ്മൾ എല്ലാത്തിനും കിട്ടി. ഈ ജീവിതത്തിൽ ആദ്യം ഏറ്റവും വലിയൊരു പൈസ കിട്ടിയ അതിനാ 30,000 രൂപ. അതെപ്പോൾ കിട്ടിയെന്നറിയാം, ഈ ഗ്യാങ് ഹൗസ് എന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഈ പ്രൊമോഷൻ നമ്മൾ ചെയ്തത്. 10,000-നും 30,000-ന്റെ കണക്കാ പറയുന്നത്. ഇവന്മാരുടെ ഈ ഒരു ഗ്യാങ്ങിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഈ ഒരു മേഖലയിൽ പാരലായിട്ട് പോണ ആൾക്കാരാണ് ഞങ്ങളും.
നമുക്കും യൂട്യൂബ് ചാനലും ഓട്ടോമേറ്റഡ് ചാനൽസും എല്ലാം ഉണ്ട്, നമുക്കും എഡിറ്റിംഗ് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫണ്ട് ഉണ്ട്. ഈ തൊപ്പി ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചായിരുന്നു, കണ്ടപ്പോ തന്നെ ഉടായ്പാന്ന് കാരണം 500-ന്റെയും 100-ന്റെയും സ്ക്രീൻഷോട്ടും 1000, 10,000 ഒക്കെ. എന്തൊടാ ആരെ പൊട്ടന്മാരാക്കണ്, ആരെ പൊട്ടനാക്കണ്. എന്റെ എഡിറ്റേഴ്സിന് ഞാൻ അയക്കണ ഫണ്ട് SGPay കാണിച്ചു തരണോ? നീ അതിന്റെ അടുത്ത് ഉണ്ടായിരിക്കുകയാണ് ഈ പ്രൊമോഷന്റെ പൈസ നമുക്ക് കിട്ടിയതെങ്കിൽ 30,000 പോയിട്ട് ഒരു 5,000 റുപ്യ പോലും ഈ കീശയിൽ പോകൂല. എടാ ഫുണ്ടേ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതൊന്നും ഇങ്ങനെ പിടിക്കും മുത്തേ, ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തടാ. ഈവൻ കേടാ നിനക്ക് ടോട്ടലി എത്ര റുപ്യ ആ ഗൂഗിൾ പേയിൽ ഉണ്ടാവും? ഏകദേശം പറഞ്ഞു, നിനക്ക് എത്ര റുപ്യ ആ ഗൂഗിൾ പേ മൊത്തം വന്നു? തൊപ്പിക്ക് പറ്റിയ വലിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, തൊപ്പി ഒരു 10 മിനിറ്റ് അപ്പുറത്തേക്ക് ചിന്തിച്ചില്ല. എന്താണെന്നറിയോ? തൊപ്പി പറയണത് തൊപ്പിയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കാന്നാണ്. അതും തൊപ്പി ഒന്നും കാണിക്കില്ല, വേറെ ആരെയും ലൈവിലിട്ടിട്ട് അവരെ കൊണ്ട് കാണിപ്പിക്കാന്നാ പറയണത്. ഒരു കാര്യം ചിന്തിച്ചാൽ മതിയായിരുന്നു, ഇവന്മാരെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് തൊപ്പി എത്ര ഫണ്ട് അയച്ചതെന്ന് അറിയാൻ പറ്റും. ജീവിതത്തിൽ ഇവന്മാർക്ക് എത്ര ഫണ്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഇവന്മാരെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചാൽ പോരെ? പണി പാളിയില്ലേ? ഒബ്വിയസ്ലി എനിക്ക് അറിഞ്ഞൂടാ ഇവന്മാരാണോ നീറ്റ് തൊപ്പിയാണോ നീറ്റ് എന്നുള്ളത്. ഇതുവരെ കണ്ടിൽ വെച്ചുള്ള കാര്യമാണ് പറയണത്. മാത്രമല്ല, ഈ തൊപ്പിക്കെതിരെ വീഡിയോ ഇടാൻ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവന്റെ വാണ ഫാൻസ് ഉണ്ട്. ഇവന്മാര് വന്നിട്ട് വെട്ടുകളി മാറി ആക്രമിക്കുന്നു പറഞ്ഞിട്ട് ആരെ പേടിപ്പിക്കണേ, ആരെ പേടിപ്പിക്കണേ? 84 ഒരു 90 ഇടാം നമുക്ക്, ഒരു 90,000 റുപ്യ ഇല്ലെങ്കിൽ ഒരു 1,00,000 റുപ്യ മൊത്തം നീ എനിക്ക് ക്യാഷ് അല്ല, ക്യാഷ് എറിഞ്ഞു കൊടുത്തിനു ഒരു എന്തടാ മമ്മു കുറെ ക്യാഷ് നിന്റെ മുഖത്ത് എറിഞ്ഞെന്നില്ലടാ, അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണം എന്നുണ്ടല്ലേ? 1,00,000 ഹരിക്കണം, 1,00,000 ഹരിക്കണം. നീ എത്ര ദിവസം അവിടെ നിന്ന്? അല്ല എത്ര വർഷം? 2.5 കൊല്ലം. 2.5 കൊല്ലം. ഒരു 200 2.5 കൊല്ലം എന്ന് പറയുമ്പോ 2.5 കൊല്ലം എന്ന് പറയുമ്പോ എത്ര ദിവസം ഉണ്ടാവൂടാ? ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവന്മാരെ സാലറിയുടെ കണക്കിന്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ടൈം കഴിഞ്ഞപ്പോ ഒന്നും വേണ്ട, തൊപ്പി ഡ്രെഡ് ലോക്ക് മുറിച്ചതിന് ശേഷം തൊപ്പിയല്ല അവിടുത്തെ മെയിൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഗ്യാങ്ങിൽ ഇവന്മാരുടെ കോപ്രായങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആ ഇവന്മാരുടെ കോപ്രായത്തിനാണ് ഫണ്ട് കിട്ടണത്. ഇവന്മാരുടെ കോപ്രായങ്ങൾക്കാണ് ആൾക്കാർ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. തൊപ്പിക്ക് ഇങ്ങനെ ആൾക്കാർ ഫണ്ട് അയക്കലല്ല. സ്വാഭാവികമായിട്ട് ഇവന്മാർക്ക് അതിന്റെ ഒരു ഷെയർ, ആ ഒരു ഷെയർ കൊടുത്താൽ മതി, അവിടെ ഉള്ള വിഷയം തീർന്നു പരിപാടി. അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന ഇങ്ങനെ ഒരു ടീമെ കൊണ്ടു നടക്കുമ്പോ ഇവന്മാരുടെ മോത്ത് ചവിട്ടലും ഓക്കെ, ഇവന്മാരും വെടിപ്പല്ല. ഈ മമ്മൂന്റെ ഒക്കെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. മമ്മൂന്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. പിന്നെ ഷമീറിന്റെ കാര്യം, ഇവന്മാര് നീറ്റാന്ന് ഒരു അഭിപ്രായം എനിക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇല്ല, ഇനിയെങ്കിലും എനിക്ക് ഫുൾ സ്ക്രിപ്റ്റഡ് ആണ്. ഇത്രയും കാലം ഫുൾ സ്ക്രിപ്റ്റഡ്. മറ്റവന് CA ഇല്ല, ഒരു KA ഇല്ല, ഇവന് BA പോയിട്ടൊരു ഇതും ഇല്ല, ആർക്കും ഒന്നുമില്ല. എല്ലാം മെഡലുകളാണ്. ഓക്കെ, റോൾ പ്ലേ ആണ്, രസാണ്, നമുക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷെ ഇതിൽ തൊപ്പിയുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാരുടെ കാര്യത്തിലും ഇവന്മാര് പറയണക്ക് എങ്ങനെ ഇനി വിശ്വസിക്കും? ഇവന്മാര് എന്ത് പറയണ, ഏത് പറയണ, എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ ഈ നടക്കണുണ്ടല്ലോ, ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ആർക്കറിയാം? ഒബ്വിയസ്ലി സ്ക്രിപ്റ്റഡ് അല്ല. കാരണം അമ്മാതിരി ഡാമേജ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കണത്. ഒരാളും ഇവന്മാരെ ഇനി വീട്ടിൽ കയറ്റില്ല, ഇവരടക്കം. ആരെ ഇനി വീട്ടിൽ കയറ്റുക? ഓക്കെ, ഇവന്മാർക്ക് വീട്ടിൽ കയറണ്ട, ഇവന്മാർക്ക് അങ്ങോട്ട്, ഇവന്മാർക്ക് ഫണ്ട് മതി. യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഈ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഫണ്ട് മതി, ഫേമസ് ആയാൽ മതി, വൈറലായാൽ മതി. പക്ഷെ എന്നാ പോലും